സുനിതയുടെ കൂടെ വന്ന ആരാ? ഞാനാ ഡോക്ടർ. എന്താ? ആ, ഈ ലിസ്റ്റിലുള്ള മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. പിന്നെ മറക്കാതെ ഒരു ടവലും വാങ്ങിട്ട് വന്നു. അതെന്തിനാ ഡോക്ടർ? ഇവിടെ പിന്നെ തന്റെ കൊച്ചിനെ റൊമാലിയ റൊട്ടിയിൽ പൊതിഞ്ഞു തരാൻ പറ്റുമോ? കുട്ടിയെ തരാനാണോ? വാങ്ങിട്ട് തരാം. പിന്നെ ഡോക്ടർ ഒരു സംശയം. എന്താ ചോദിച്ചോ? പല ആശുപത്രിയിൽ നടക്കുന്നതാണ്. ഇത്രയും മരുന്ന് പേഷ്യന്റിനാന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കും. എന്നിട്ട് അകത്ത് കൊണ്ടുപോയി വെറുതെ വെച്ചിട്ട് പിന്നീട് മറിച്ച് വെക്കും. ആ പരിപാടി ഒന്നും ഇല്ലല്ലോ. എടോ, ഈ ഹോസ്പിറ്റൽ ജെനുവിൻ ആണ്. പേഷ്യന്റിന് വേണ്ടി നമ്മൾ എന്ത് വാങ്ങിയോ അത് പേഷ്യന്റിന് തന്നെ കൊടുക്കുള്ളൂ. താൻ എന്തായാലും ഒരു കാര്യം ചെയ്തു. സുനിത എഴുന്നേറ്റിട്ടുണ്ട്, ഒരു ചായ വാങ്ങിട്ടു. ഓക്കെ ഡോക്ടർ. പരിപ്പോടെ എന്തെങ്കിലും? വേണ്ട, പരിപ്പൂട എനിക്ക് ഇഷ്ടമല്ല, ഉഴുന്നോടെ മതി. അല്ല, പരിപ്പൂട സുനിതയ്ക്ക് ഇഷ്ടമല്ല, ഉഴുന്നോടെ മതി. ഒരു 4 വാങ്ങിട്ട് വന്നു. ഓക്കെ ഡോക്ടർ. ജാനകിയുടെ കൂടെ വന്ന ആളല്ലേ? ഞാനാണ് ഡോക്ടർ. എന്താണ് അവസ്ഥ? അതെ, ഇത്തിരി വിഷയമാണ്. പക്ഷെ കൃത്യം 2:30 ജാനകിയെ തിയേറ്ററിൽ കയറ്റണം. അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു. ആ, ചെയ്യാലോ ഡോക്ടർ. പിന്നെ മരുന്നുകള് കാര്യങ്ങളെല്ലാം കൂടി ചേർത്ത് ഒരു ലിസ്റ്റ് ഞാൻ തരാം. ഡോക്ടർ, ഒരു വിഷയം ഉണ്ടല്ലോ. എന്ത് പറ്റി? 2:30 ഷോയ്ക്ക് ടിക്കറ്റ് ഇല്ലേ? 2 ദിവസം മുമ്പ് പറഞ്ഞാണെങ്കിൽ ഞാൻ ഫാൻ ഷോ ടിക്കറ്റ് എടുത്തിട്ടുണ്ടാവില്ലേ? തന്റെ ഭാര്യ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുന്ന കാര്യം കൂടെ പറഞ്ഞത്. സോറി ഡോക്ടർ, മൈ മിസ്റ്റേക്ക്. ഡോക്ടർ, ഇതാ മരുന്ന്, പിന്നെ ഇതാ ഉഴുന്നോടെയും ചായയും. വാവ്, ഗുഡ്. ഹായ്. ഞാൻ ജാനകിയുടെ ഭർത്താവാ. എന്റെ ഭാര്യ സുനിത. ഇത് ആദ്യത്തെയാണോ? അല്ല, രണ്ടാമത്തെ. ആദ്യത്തെ ആണായിരുന്നു. അപ്പൊ ഇതും കൂടെ ആയ 2 മക്കളായല്ലോ. ഇല്ല, അതെങ്ങനെ? താനല്ലേ മക്കളുടെ കാര്യം പറഞ്ഞേ? ഇത് 2ാമത്തെയാണ്, ആദ്യത്തെ ആണായിരുന്നു. അതിന് എന്റെ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞേ. ഓ, എടോ, സുനിതയുടെ കെട്ടിയൊന്നും അറിയില്ല. എന്ത് പറ്റി ഡോക്ടർ? താൻ എവിടെ നാടാ ഉഴുന്നോടെ വാങ്ങിച്ചേ? എന്താ പ്രശ്നം? എന്താ? എടോ, വട സുനിതയുടെ വയറ്റിന് തീരെ പറ്റിയിട്ടില്ല. വയറിളകുന്ന തോന്നണേ. ഒരു കാര്യം ചെയ്യ്, ഞാൻ വന്നിട്ട് പറയാം.